morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, discussion ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ ക്ലാസ്സിന്റെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞോ? Yes, ma'am. കഴിഞ്ഞു. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഞാൻ റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, ചോദിച്ചാണ്. ഓർമ്മ വേണം കേട്ടോ. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങിയാണ്. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നമുക്ക് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും ഇല്ല. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡുകളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പോ ICU അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വാർഡ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇപ്പോ നമുക്കൊരു ഹോസ്പിറ്റലിലെ എല്ലാ ഹോസ്പിറ്റലിലും വാർഡുകൾ ഉണ്ടാവും അല്ലെ. സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാർഡുകൾ ഉണ്ടാവും. നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ വാർഡിലും അല്ല, സർജിക്കൽ വാർഡ് ഉണ്ടെന്ന് പറഞ്ഞു, എമർജൻസി ആയിട്ടുള്ള അങ്ങനെയുള്ള വാർഡുകൾ, പല ടൈപ്പുള്ള വാർഡുകൾ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഈ വാർഡിൽ കിടക്കുന്നത് കൂടുതലും അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണ് എന്ത് ചെയ്യുക, വാർഡിൽ കിടക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റലുകൾ വാർഡുകൾ എന്താണെന്നും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വാർഡ് എന്താണ് വാർഡ് എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ എടുത്ത് പിടിക്കുക. കയ്യിൽ കോപ്പി ഉണ്ടോ കയ്യിൽ എല്ലാവരുടെയും? Yes, ma'am. Yes, ma'am. ഉണ്ട്. കോപ്പി ഉള്ളവരാണെങ്കിൽ കയ്യിൽ പിടിക്കുക. നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. ഇനി ഇൻ കേസ് ഇല്ലാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കോപ്പി എടുത്തൊന്ന് പിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കാം. എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term depending upon the severity of condition. ഒറ്റ നോട്ടത്തിൽ തന്നെ വായിച്ചപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ, പിടിയിട്ട് കാണില്ലേ? എന്താണ് അവിടെ വാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാളൊന്ന് പറയാമോ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലായ ഒരാള് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലായി കാണും. ആർക്കും മനസ്സിലായില്ലേ? വായിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. ഓക്കെ, ഐശ്വര്യ പറഞ്ഞോളൂ. ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുള്ള ബെഡ് അറേഞ്ച് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് റൂമാണ്. അത് ചിലപ്പോൾ സിമിലർ ട്രീറ്റ്മെന്റ് ആയിരിക്കാം. ദെൻ അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് ആവുന്നത്, ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഒന്നെങ്കിൽ ലോങ് ടേം ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടായിരിക്കും. അത് അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഐശ്വര്യ പറഞ്ഞത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു അല്ലെ. അതായത് വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു റൂമാണ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു റൂമാണ്. അവിടെ നമുക്കറിയാം ഒത്തിരി ബെഡ്സ് ഒക്കെ ഉണ്ട്. റൂം എന്ന് പറയുമ്പോഴെങ്കിൽ എന്താണ്, നമ്മൾ സെപ്പറേറ്റ് റൂമിൽ അഡ്മിറ്റ് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേഷ്യന്റ് മാത്രമല്ല റൂമിൽ ഉണ്ടാവുള്ളൂ. എന്നാലും വാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒത്തിരി ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു വാർഡിൽ ഒരു 10-20 പേഷ്യൻസ് ഉണ്ടാകും അല്ലെ. അങ്ങനെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി പീപ്പിൾക്ക് വേണ്ടിയിട്ട്. എന്തിനാണ് ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്? പീപ്പിൾ അവർക്ക് ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള രോഗികളായിരിക്കും. അതാ പറഞ്ഞത്. ഇപ്പോ സർജിക്കൽ വാർഡിലാണെങ്കിൽ ആ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പോ സിമിലർ ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമുള്ള ആ ഒരു രോഗികളായിരിക്കും അല്ലെ. അത് ചിലപ്പോ ലോങ് ടേം ഉണ്ടാവാം, ഷോർട്ട് ടേം ഉണ്ടാവാം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആ പേഷ്യന്റിന്റെ രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലവർ ഒരു 10 ദിവസം കിടക്കും, ചില പേഷ്യൻസ് ചിലപ്പോൾ 5 ദിവസം, ചില പേഷ്യൻസ് ഒരു 3 ദിവസം കൊണ്ട് റിക്കവറി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകാം അല്ലെ. അത് ഓരോരുത്തരുടെ കണ്ടീഷന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതാണ് ഒരു വാർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്വയം ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term depending upon the severity of condition. ഇപ്പൊ ക്ലിയർ ആയില്ലേ ഡെഫിനിഷൻ എന്താണെന്ന്? ഓക്കെ ആയില്ലേ എല്ലാവർക്കും? അറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കിയത്. ദെൻ നെക്സ്റ്റ് നോക്കാം. ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് അല്ലെ. ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ വാർഡ്, എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ വാർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിന്റെ പർപ്പസ് എന്താണെന്ന്, അതിന്റെ ഉദ്ദേശം, എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു വാർഡ് അറേഞ്ച് ചെയ്യേണ്ട കാര്യം ഇല്ല അല്ലെ.
അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ പർപ്പസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, render professional nursing and medical care to patients, provide necessary equipments, essential drugs, and all other stores requirements for patient care in an organized manner. Okay, first point നോക്കാം. Diagnosis and treatment. Diagnosis നമ്മൾ ഈ ഒരു ടേം കുറെ പ്രാവശ്യം പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഡയഗ്നോസിസ് എന്താണ്? ഡയഗ്നോസിന്റെ മീനിങ് അല്ലെ? നമ്മൾ പറഞ്ഞു. വെരി ഗുഡ്. എല്ലാവർക്കും ഓർമ്മയ്ക്ക് ഉണ്ട് ഇപ്പൊ ക്ലാസ് അല്ലെ? ഓക്കെ, സന്തോഷം. ഓർമ്മയ്ക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഡയഗ്നോസിസ് എന്നുള്ളത്. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത് കേട്ടോ. ഇപ്പൊ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പല ടെസ്റ്റുകളിലൂടെയും നമ്മളുടെ രോഗത്തെ നിർണ്ണയിക്കുന്നു. അതോടൊപ്പം എന്താണ്? ട്രീറ്റ്മെന്റ് നൽകുക. അതിനോടൊപ്പമുള്ള രോഗം നിർണ്ണയിച്ചു ആ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കാം. പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ ആ ഒരു ആരോഗ്യത്തിന് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് അവിടെയും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടീച്ചിങ്, അതായത് പഠിപ്പിക്കുക. ആ ഒരു ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? രോഗാവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധിപ്പിച്ച് അല്ലെങ്കിൽ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നൽകി അതിനോടുമായിട്ട് ഒരു ടീച്ച് ചെയ്യുക. റിസർച്ച്, ഗവേഷണങ്ങൾ നടത്തുക. ഗവേഷണം ഇതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഭാഗത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ഗവേഷണം നടത്തുക, എന്താ പറയാ, പേഷ്യന്റിന്റെ അസുഖത്തെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ഗവേഷണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. റെൻഡർ അതായത് രോഗിക്ക് വേണ്ടുന്ന, ആ ഒരു പേഷ്യന്റിന് വേണ്ടുന്ന പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ് അല്ലെ. അതായത് രോഗിക്ക് ഒരു പ്രൊഫഷണൽ നഴ്സിംഗും അല്ലെങ്കിൽ ആ ഒരു പരിചരണവും നൽകുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു വാർഡിനെ സംബന്ധിച്ച് ഒരു ഇൻചാർജ് ഒക്കെ ഉണ്ടാവും നഴ്സിംഗിൽ അല്ലെ. നഴ്സിന്റെ ഒരു ഇൻചാർജ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു നഴ്സിംഗിന്റെ കെയറും ആ ഒരു മെഡിസിന്റെ ആ കെയറും പേഷ്യൻസിന് കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കാം. Provide necessary equipments, essential drugs, and all other stores requirement for patient care in an organized manner. അല്ലെ, അതായത് പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സിനെ പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം, ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനൊക്കെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പറയുന്നത് എന്താണ്? റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ മരുന്നുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗി പരിചരണത്തിനുള്ള മരുന്നുകളും അല്ലെങ്കിൽ എല്ലാ സ്റ്റോറുകളും ആവശ്യമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും സംഘടിപ്പിക്കുക, ഓർഗനൈസ്ഡ് ചെയ്യുക. അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ മരുന്നുകൾ, അതർ എന്തൊക്കെയാണോ റിലേറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ അതെല്ലാം എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശങ്ങൾ. ഒരാളൊന്ന് ആ പർപ്പസുകളുടെ പോയിന്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, ജിദ്ദ വായിച്ചോളൂ കേട്ടോ. ജിദ്ദ വായിക്കാം. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. First point, diagnosis and treatment. Second point, promoting health. ഓരോ പോയിന്റ് വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഓക്കെ, വായിച്ചോളൂ. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗനിർണയവും അതിനെ സംബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റും. പ്രൊമോട്ടിംഗ് ആൻഡ് ഹെൽത്ത്, നമ്മള് ആരോഗ്യത്തെ നമ്മള് പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. ടീച്ചിങ് എന്ന് വെച്ചാൽ രോഗത്തെ നമ്മള് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതെന്താണ്, അതിന്റെ തീവ്രത എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ടീച്ചിങ്. റിസർച്ച് എന്ന് വെച്ചാൽ ഗവേഷണം, നമ്മളൊരു ട്രീറ്റ്മെന്റിന് നമ്മൾ തന്നെ ഗവേഷണം നടത്തുക. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്, രോഗിക്ക് വേണ്ടുന്ന ഒരു നേഴ്സില്ലേ, നമ്മളൊരു വാർഡില് മെയിൻ ആയിട്ട് ഒരു ഇൻചാർജ് ഉണ്ടാവും, ആ നേഴ്സിന്റെ കെയർ പേഷ്യൻസിന് കിട്ടുക. അത് പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്, എസെൻഷ്യൽ ഡ്രഗ്സ് and all other stores requirements for patient care in an organized manner. ഇപ്പോ ഒരു വാർഡില് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, മരുന്നുകൾ ഉണ്ടാവും, അതിൻ്റെ ഒക്കെ പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അതിനുള്ള പേഷ്യന്റ് കെയർ ചെയ്യുക, ഓർഗനൈസ്ഡ് മാനർ.
പർപ്പസുകളാണ് ഇപ്പൊ ജിത വായിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ എന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി മീനിങ് പറഞ്ഞിട്ട് വായിപ്പിച്ച് നോക്കി. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ വാർഡ് നമ്മൾ നോക്കി. അതായത് ഒരു റൂമാണെന്ന് പറഞ്ഞു, അവിടെ ബെഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഷോർട്ട് ടൈമിലോ അല്ലെങ്കിൽ ലോങ് ടൈമിലോ പേഷ്യൻസ് കിടക്കും. അത് അവരുടെ രോഗത്തിന്റെ കാഠിന്യത്തെ അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയെ അനുസരിച്ചുകൊണ്ടാണ് ആ ഇത്ര ദിവസം അല്ലെങ്കിൽ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ പർപ്പസ് അല്ല ട്രീറ്റ്മെന്റിനും ടീച്ചിങ്ങിനും ഗവേഷണത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയൊരു വാർഡുകൾ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത്രയും ഓക്കെയാണ് അല്ലെ. ഇനി ദെൻ നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്. ഇനി ഒരു വാർഡിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് സ്പേസസും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന 3 പോയിന്റാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ. പേഷ്യന്റ് സ്പേസ്, പേഷ്യന്റിന് കിടക്കാനായിട്ടുള്ള ഒരു ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടില്ലേ, അതാണ് ഒരു പേഷ്യന്റ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നഴ്സിംഗ് സ്പേസ്, ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇപ്പൊ നമ്മൾ വാർഡിൽ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ഒരു വാർഡിലാണെങ്കിൽ വാർഡിന്റെ അറ്റത്ത് ഒരു റൂം ഉണ്ടാവും, ജസ്റ്റ് ഒരു റൂം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് ഈ നഴ്സ് ഇരിക്കുന്നതും അവിടെ നഴ്സിംഗ് അവരുടെ കുറെ ബുക്കുകളും മെഡിസിൻസും അവരെപ്പോഴും എന്തെങ്കിലും സമ്മറി എഴുതലും അല്ലെങ്കിൽ എന്താണ് റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നതും മെഡിസിനും കാര്യങ്ങളും എപ്പോഴും അവിടെ ഒരു നേഴ്സ് ഉണ്ടാകും ഇല്ലേ. കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ ഒരു അതാണ് ഈ നഴ്സിംഗ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആ നഴ്സിംഗിന്റെ ഒരു റൂം. ഇപ്പൊ നമ്മള് വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനായാലും എന്തെങ്കിലും മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ മരുന്നിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ ഡോക്ടറിന്റെ അടുത്തായിരിക്കില്ല പോവുക. നമുക്ക് ആ നേരെ ഓൾറെഡി ആ വാർഡിന്റെ അവിടെയുള്ള ആ ഒരു നഴ്സിംഗ് റൂമിൽ ആ നഴ്സിനോടായിരിക്കും നമ്മളുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യും, ആ നഴ്സിന്റെ അടുത്തായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അതാണ് ഈ നഴ്സിംഗ് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോറിഡോർസ്, കോറിഡോർസ് എന്ന് പറഞ്ഞാൽ ഇടനാഴികൾ. നമ്മൾ സാധാ പറയുന്ന പോലെ ഇപ്പൊ വാർഡിന്റെ ഒരു ഇടനാഴികൾ പോലെ ചെറിയൊരു ടോയ്ലറ്റിലോട്ടുള്ള വഴികൾ അങ്ങനെയുള്ള ഇടനാഴികൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ സ്പേസുകൾ. അതാണ് ഈ കോറിഡോർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഒരു വാർഡ് സ്പേസിൽ 3 ഇതാണ് ഉള്ളത്. പേഷ്യന്റിന്റെ ഒരു സ്പേസ് ഉണ്ടാവും, നഴ്സിംഗിന്റെ ഒരു സ്പേസ് ഉണ്ടാവും, അതിനിടയിൽ കൂടി എന്താണ് കോറിഡോർസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ, 3 എളുപ്പമാണ്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വാർഡ്സ്. നമ്മൾ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പിലുള്ള വാർഡുകൾ ഉണ്ടാവും അല്ലെ. എല്ലാ രോഗികളെയും കൂടി അല്ലെങ്കിൽ കുഞ്ഞു വാവകളെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞവരെയും എല്ലാവരെയും കൂടി ഒരു വാർഡിൽ കിടത്തിയാൽ ശരിയാവോ? അതൊരു നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല അല്ലെ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നേക്കാണ്, സെപ്പറേറ്റ് ആയിട്ട് വാർഡുകൾ ക്രമീകരിച്ചേക്കാണ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുക. നോക്കാം, മെയിൻ ആയിട്ട് 2 ടൈപ്സിലാണ് അതിൽ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ജനറൽ വാർഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ്. അങ്ങനെ 2 എണ്ണമാണ്. ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ട്. ഓക്കെ, ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ചില അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറലില് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ പനി ചുമ അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ കോമൺ ആയിട്ട് വരുന്ന നോർമലി വരുന്ന അതായത് വലിയ ക്രിട്ടിക്കൽ അല്ല അങ്ങനത്തെ ഒരു ഇതിലൊക്കെ നമ്മൾ ജനറൽ വാർഡിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ കേട്ടോ. സ്പെഷ്യൽ ആയിട്ട് പറയുന്ന വാർഡുകളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെലിവറി കേസുകൾ അങ്ങനെയുള്ള ഗൈനക്കോളജിസ്റ്റ് കേസുകളൊക്കെ വരില്ലേ, മെറ്റേണിറ്റി ഡെലിവറി കേസുകളോ അല്ലെങ്കിൽ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള വാർഡിൽ. ഇപ്പോ എല്ലാ ഗൈനക്കിന്റെ തരത്തിൽ വരുന്ന ഓപ്പറേഷൻസും കാര്യങ്ങളും ഡെലിവറി അങ്ങനെയുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വാർഡിൽ. ആ വാർഡിൽ വേറൊരു അസുഖങ്ങളുള്ള പേഷ്യൻസിന് ഒരിക്കലും അവിടെ അഡ്മിറ്റ് ചെയ്യില്ല. ഈ ഒരു സെക്ഷനിൽ അങ്ങനെയുള്ള ഡെലിവറി കേസുകളും ഗൈനക് കേസുകളും മാത്രമായിരിക്കും ആ വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസറിന്റെ ഒരു സെക്ഷനാണ് ഓങ്കോളജി എന്ന് പറയുന്നത്, ക്യാൻസറിന്റെ സെക്ഷൻ അല്ലെ. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഓങ്കോളജിയിൽ വരുന്നത്. മെഡിസിൻ, സർജറി, അതിനകത്ത് തന്നെ സർജറിക്കലായിട്ടുള്ള മെഡിസിനും സർജറിയും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഓങ്കോളജി എന്ന് വരുന്നത്. ദെൻ നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് നെഫ്രോളജിയിൽ വരുന്നത്. നെഫ്രോളജി, അതുപോലെ ഡയാലിസിസ്, കാർഡിയോളജി, CTVS. CTVS എന്താണ്, ഓർമ്മയുണ്ടോ? CTVS ആർക്കും ഓർമ്മയില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് സർജറി. ഓക്കെ, ഇത് കുറച്ചു പേർക്ക് മാത്രം ഓർമ്മ കിട്ടിയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്രയോ വട്ടം റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലേ ഷോർട്ട് ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കണ്ട വീണ്ടും എടുത്ത് ചോദിച്ചെടുക്കണ. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം അത്
കാർഡിയോ തൊറാസിക് വെസ്കുലറി ആണ് എന്ന് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് അവർ ഷോർട്ടിൽ ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. അപ്പൊ ഷോർട്ട് ഫോം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കാൻ സാധിക്കണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടില്ല, എങ്കിലും അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഇത്രയും പേർക്ക് പറയാൻ സാധിച്ചില്ലേ, അത് പ്രോപ്പർ ആയിട്ട് അപ്പൊ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മൈൻഡിൽ അത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഒന്നുകൂടെ പറഞ്ഞുതരാവോ? കാർഡിയോ തെറാപ്പി, കാർഡിയോ തൊറാസിക്കുലർ സർജറി, കാർഡിയോ തൊറാസിക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡയാലിസിസ് കേസുകളും അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള കേസസുകളും ഈ കാർഡിയോ തൊറാസിക്കിൽ വരുന്നതൊക്കെയാണ് ആ ഒരു വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ന്യൂറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. നാഡീവ്യൂഹങ്ങളുടെ തകരാറുകളോ അല്ലെങ്കിൽ ഇതുപോലെ മസ്തിഷ്കത്തിന്റെ തലച്ചോറിലത്തെ അല്ലെ, അതായത് ബ്ലഡ് ക്ലോട്ട് ആകുന്ന അവസ്ഥ, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ ന്യൂറോളജിയിൽ പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ദെൻ ഒപ്താൽമോളജി എന്താണ്? കണ്ണിന്റെ നേത്ര വിഭാഗമാണ് അല്ലെ, കണ്ണിന്റെ പരമായിട്ട്. ഇപ്പൊ കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ തിമിരത്തിന്റെ ഓപ്പറേഷൻ, അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് ഈ ഒപ്താൽമോളജി വാർഡിൽ. അങ്ങനെയുള്ള പേഷ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓരോ ടേമും ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കണം കേട്ടോ. ഇപ്പൊ നമുക്കറിയാം എല്ലാവരും ഹോസ്പിറ്റൽ ടേമുകളൊന്നും പഠിക്കാത്തവരായിരിക്കാം അല്ലെ. നിങ്ങൾ വേറെ പല കോഴ്സുകളും ചെയ്തിട്ട് ഇത് ഹോസ്പിറ്റലായിട്ട് യാതൊരു റിലേറ്റഡ് ഇല്ലാത്തവരുമായിരിക്കാം ഈ കൂട്ടത്തിൽ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ കേൾക്കാത്തതായിരിക്കും കുറെ ടേമുകളൊക്കെ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് അറിയാത്തത്, അതൊക്കെ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം കേട്ടോ. ഈ ഓരോ ടേമുകൾ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ നോക്കി, ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. നമുക്കറിയാം ഗൈനക്ക് എന്തൊക്കെയാണ്, മെറ്റേണിറ്റി ഡെലിവറി കേസിൽ അങ്ങനെയൊക്കെ വരുന്നത്. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടുള്ളത്. നെഫ്രോളജി മീൻസ് വൃക്കയെ സംബന്ധിച്ചിട്ടുള്ളത്. ന്യൂറോളജി നാഡീവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തലച്ചോറ്. എന്താണ് ന്യൂറോൺസ് എന്ന് വെച്ചാൽ ഈ നാഡീവ്യൂഹ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലെ മസ്തിഷ്കത്തിന്റെ അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ന്യൂറോളജിയിൽ വരുന്നത്. ദെൻ ഒപ്താൽമോളജി എന്ന് പറഞ്ഞാൽ ഏതാണ്? നേത്ര വിഭാഗം അല്ലെ, കണ്ണിന്റെ പരമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നേത്ര വിഭാഗത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് വാർഡ് നോക്കി. മെയിൻ ആയിട്ട് ജനറൽ വാർഡും ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ട്. അതില് സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ കോമ്പോണൻസ് ഓഫ് എ വാർഡ്. ഒരു വാർഡിലെ മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ദെൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ വായിച്ചോളൂ ആ പോയിന്റുകള്. ഓക്കെ മാം. ക്ലിനിക്കൽ ഏരിയ, പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, എന്താണ് ഒന്ന് ക്ലിയർ, ഓരോ പോയിന്റ് ഒന്ന് വിശദീകരിക്കണം കേട്ടോ. പറഞ്ഞോളൂ, ഓരോരുത്തരും ഓരോ പോയിന്റ് പറയാ. ജസ്റ്റ് എന്താണെന്നൊന്ന് അതും കൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ ഏരിയ അബൌട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങള്, നഴ്സിംഗിന്റെ കാര്യങ്ങള്, അതുപോലെ നഴ്സിംഗ് ചെയ്യുന്ന കൗണ്ടർ. അതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. ഓക്സിലറി ഏരിയയിൽ വരുന്നത് നഴ്സസ് റൂം, അതുപോലെ ഡോക്ടേഴ്സ് റൂം, എക്സെട്ര. നഴ്സിംഗിന്റെ റൂമും ഡോക്ടർമാരുടെ റൂമൊക്കെയാണ് ഓക്സിലറി ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്സിലറി ഹെൽപ്പിംഗ് എന്നുള്ള ഒരു മീനിങ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആൻസിലറി ഏരിയ. ആൻസിലറി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധ ഏരിയ എന്നൊക്കെ പറയും. ഓക്കെ, പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. ക്ലിയർ ആയില്ല മാം. ഈ പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ കലവറ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ഇല്ല. അതായത് ഇപ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ മീൻസ് നമ്മള് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ആ ഒരു ട്രേ കാര്യങ്ങള് അങ്ങനത്തെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ എക്സ്ട്രാ അങ്ങനെ വരുന്ന പാത്രങ്ങളും അത് അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു അടക്കി വെക്കുന്ന അതിനാണ് ഈ പാൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡേ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ എന്താ പറയാ ഡേ ഡ്യൂട്ടിയിൽ ആ ഒരു റൂമൊക്കെ ഉണ്ടാവില്ലേ, ഡേ ജസ്റ്റ് റെസ്റ്റിംഗ് റൂം പോലെയൊക്കെ ഒരു ഡേ റൂം എന്നൊക്കെ തന്നെയാണ് അതിനെ പറയുന്നത്, ജസ്റ്റ് നമ്മൾ എടുക്കുന്നത്. ഇനി ട്രോളി ബേ എന്ന് ഉദ്ദേശിക്കുന്നതേ ഈ പറഞ്ഞ പോലെ ഒരു
നമ്മൾ ട്രോളി എന്ന് പറയില്ല, ഉന്തുവണ്ടിയൊക്കെ, ആ ഒരു മീനിങ് തന്നെയാണ്. അതായത് ട്രോളി ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു ഇതിനെ തന്നെ ആയിരിക്കാം ട്രോളി ബേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി സാനിറ്ററി ഏരിയ, സാനിറ്ററിയിൽ എന്തൊക്കെ വരും? ടോയ്ലറ്റ്, ഡേർട്ടി യൂട്ടിലിറ്റി. അതായത് നമ്മൾ പറഞ്ഞ സാധാരണ ഇത് ടോയ്ലറ്റും അങ്ങനെയുള്ള ഈ മറ്റേ എന്താ പറയാ ക്ലീനിങ്ങിന്റെ ആ ഒരു സെക്ഷനും ആ ഒരു ബാക്ക് സൈഡ് വരുന്ന ആ ഒരു സെക്ഷനൊക്കെയാണ് ടോയ്ലറ്റും ഡേർട്ടി യൂട്ടിലിറ്റിയിലും വരുന്നത്. ഓക്കെ, താങ്ക് യു. നോക്കാം മെയിൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് മെയിൻ കമ്പോണൻസ് ആണ്. ഇപ്പൊ ഉമ വായിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതും കൂടി ക്ലിനിക്കൽ ഏരിയ വരും. അവിടെ ആരൊക്കെയുണ്ട്? പേഷ്യന്റ് ഉണ്ടാവും, നഴ്സിംഗ് ഏരിയ ഉണ്ട്, നഴ്സിംഗ് കൗണ്ടർ വരും. ദെൻ നമ്മൾ നോക്കിയത് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾപ്പെടുന്നതാണ് ഓക്സിലറി ഏരിയ. ദെൻ ആൻസിലറി ഏരിയ. ആൻസിലറി എന്ന് പറഞ്ഞാല് അനുബന്ധം അല്ലെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഉദ്ദേശിക്കാം. അനുബന്ധ ഏരിയയിലാണ് പാൻട്രി, ഡേ റൂം, ട്രോളി ബേ ഒക്കെ വരുന്നത്. അതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ പാത്രങ്ങൾ വെക്കുന്നതും അല്ലെങ്കിൽ ഡേ റൂമും ഇതുപോലെ ട്രോളി ബേ ഒക്കെ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ സാനിറ്ററി. സാനിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ ടോയ്ലറ്റ്സും അല്ലെങ്കിൽ ഡേർട്ടി യൂട്ടിലിറ്റി അങ്ങനെയുള്ള ആ ഒരു സെക്ഷൻ ഒക്കെയാണ് സാനിറ്ററി ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരുപാടില് കമ്പോണൻസ് എന്ന് പറയുന്നത്. കോമ്പോണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് 4 മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഇതും അതിന്റെ ഉള്ളിലുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പൊ നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും എവിടെയാണ് വരുന്നത്? ഓക്സിലറി ഏരിയ. പാൻട്രി, ഡേ റൂം എവിടെയാണ്? ആൻസിലറി. സാനിറ്ററി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ സാനിറ്ററി ആണ് നമുക്കറിയാം. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണ്? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയ. അങ്ങനെ ഓരോ ഏരിയയിലും വരുന്നത് ആരൊക്കെയാണെന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാം. ഓരോ ഇവരൊക്കെ ഉൾപ്പെടുന്നത് ഏത് ഏരിയയിലാണ്, അല്ലെങ്കിൽ ഈ നഴ്സിംഗ് ഡോക്ടർ ഉൾപ്പെടുന്നത് എവിടെയാണ്, പാൻട്രി ഡേ എവിടെയാണ്, അതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സാനിറ്ററി നിങ്ങൾ പഠിക്കണ്ടെന്ന് പറഞ്ഞത് എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി സാനിറ്ററി കൂടി പഠിച്ചോ മീൻസ് സാനിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അല്ലെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ആ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളതൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അത് എവിടെയാണ് വരുന്നത്, ഓരോ ഏരിയകളിലും ആരൊക്കെ വരുന്നു, എന്ത് ചെയ്യാ, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകുക കേട്ടോ. ഇതേ നെക്സ്റ്റ് പോണാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് അല്ലെ. ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റിന് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ഫാക്ടേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എളുപ്പമുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ് ഒരു നല്ലൊരു വാർഡ് മാനേജ്, നല്ല രീതിയിൽ ഒരു വാർഡ് മാനേജ് ചെയ്യണമെങ്കിൽ വേണ്ടുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഓരോ പോളിസികളും പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യണം അല്ലെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്. പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പോളിസികളും കാര്യങ്ങളും, പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ പ്രോട്ടോകോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഡിലായാലും ഓരോ കാര്യങ്ങള് കൃത്യനിഷ്ഠിതമായിട്ടുള്ള ഓരോ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോ പ്രവേശന സമയങ്ങള് അല്ലെങ്കിൽ ഡോക്ടർ റൗണ്ട്സിന്റെ സമയം അല്ലെങ്കിൽ ഇതിന്റെ മെഡിസിൻ കൊടുക്കാനുള്ള കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ പോളിസികളും പ്രോട്ടോകോൾസും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ നോക്കാം. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു പെർഫോംഡ് ഇൻ ദ വാർഡ് അല്ലെ. അതായത് വാർഡിൽ നിർവഹിക്കേണ്ട ഓരോ ഡ്യൂട്ടീസിനെ കുറിച്ച് അല്ലെങ്കിൽ ചുമതലയെ കുറിച്ച് ഒരു അറിവ് വേണം. അവിടെയുള്ള നഴ്സുമാർക്ക് ഒരു അറിവ് വേണ്ടേ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ മെഡിസിൻ കറക്റ്റ് ടൈമിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ BP ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണോ, പൾസ് ചെക്ക് ചെയ്യണോ, അങ്ങനെയുള്ള ഓരോ ചുമതല ഉണ്ട് നഴ്സസിന് അല്ലെ, ഓരോ ഡ്യൂട്ടീസ് ആ നഴ്സസിന് ഉണ്ട്. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള അതിനെ പറ്റി ഒരു അറിവ് വേണം, അവർക്ക് ഒരു നോളജ് കൊടുക്കുക അല്ലെ. വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ചൊരു അറിവ് കൊടുക്കുക. ദെൻ എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒരു പ്ലാൻ വേണം, ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഓരോ പേഷ്യന്റിന്റെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ എഴുതണം, അല്ലെങ്കിൽ അവരുടെ സമ്മറി എഴുതണം. അങ്ങനെ ഒരു ഡേ ടു ഡേ പ്ലാനിങ് വേണം. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം അല്ലെ. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം എന്ന് പറഞ്ഞാല് കൃത്യസമയത്ത് ദിവസം ആരംഭിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞില്ല ഓരോ ഡേ ടു ഡേ പ്രൊസീജിയർ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, കൃത്യസമയത്ത് തന്നെ ദിവസം ആരംഭിക്കണം. ആ ഒരു ഇപ്പൊ രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങിയാണ് ഈ ഒരു നഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി എങ്കിൽ
ദാറ്റ് കറക്റ്റ് ടൈമിൽ തന്നെ അവർക്ക് പേഷ്യന്റിനുള്ള കാര്യങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ തുടങ്ങണം അല്ലെ. മെഡിസിനും കാര്യങ്ങളും ബാക്കി റെക്കോർഡ്സും ഡോക്ടർ റൗണ്ട്സിന് വരുന്നതും ഇതെല്ലാം പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൊട്ടീൻ. അതായത് വാർഡ് ദിനചര്യ, അതായത് ദിനചര്യം അല്ല, റൊട്ടീൻ എന്ന് പറഞ്ഞാല് ആ ഒരു നമ്മള് ദിനചര്യങ്ങൾ ചെയ്യില്ലേ, റൊട്ടീനായിട്ട് ഓരോ ദിവസം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. പ്രിവെന്റിങ് ഇന്റർപ്രഷൻ, അതായത് പ്രിവെന്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, തടയുക എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് ഈ വാർഡ് ദിനചര്യങ്ങളെ സ്ഥാപിക്കുന്നത്, തടസ്സപ്പെടുത്തുന്നതൊക്കെ തടയണം. അതായത് വാർഡ് ദിനചര്യങ്ങള് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം തടയുക. അതായത് റൊട്ടീനായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു തടസ്സങ്ങളൊന്നും വരാണ്ട്. അങ്ങനെ തടസ്സങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു വാർഡ് റൊട്ടീൻ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ അടുത്ത പോയിന്റ്, യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ്, ഡെമോക്രാറ്റിക് എന്ന് വെച്ചാല് ജനാധിപത്യം. ജനാധിപത്യത്തിൽ എന്താ പറയുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനാധിപത്യം എന്നുള്ളത്. അതായത് ഇവിടെ ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്, കിടക്കുന്ന പേഷ്യന്റ് അല്ലേ. പേഷ്യന്റിന് നല്ല രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് വേണം ഒരു വാർഡ് പോളിസിയിൽ ഉപയോഗിക്കുക. അതായത് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ പോളിസീസ് കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ, പുതിയ സ്റ്റാഫുകൾക്കിടയിൽ ഒരു പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരിക. പരിഷ്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ പേഷ്യന്റിനെ കുറച്ചും കൂടി കെയർ ചെയ്യാനൊക്കെ ഉള്ള അങ്ങനെയുള്ള കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ അവിടെ അവരുടെ ഭാഗത്തു നിന്നും നഴ്സസിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരിക. നെക്സ്റ്റ് പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു റൂമിന്റെ കാര്യത്തിൽ അറ്റ്മോസ്ഫിയറിക് ആണോ, ഇപ്പൊ ഒരു എന്താണ്, ഇപ്പൊ ഫാൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് വർക്കിംഗ് ആണോ, സ്വിച്ചസ് വർക്കിംഗ് ആണോ, മേ ബി വിൻഡോസ് ഒക്കെ കൊതുകിന്റെ ശല്യമൊക്കെ ആണെങ്കിൽ ജനലൊക്കെ എന്താ പറയാ നെറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അതൊക്കെ വിലയിരുത്തണം. ദെൻ പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. ജോലിക്കും അല്ലെങ്കിൽ കാര്യക്ഷമതയ്ക്കുമായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കണം. വർക്കിംഗ് ആയിട്ടുള്ള നല്ലൊരു എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. ക്ലിയർ കട്ട് അതായത് എന്താണ്, ഡോക്ടറുടെയും നഴ്സുമാരുടെയും ഉത്തരവുകളൊക്കെ വ്യക്തമായിട്ട് നൽകണം, ഉത്തരവുകൾ വ്യക്തമാക്കണം. ക്ലിയർ ആയിട്ട് എങ്ങനെയാണോ വ്യക്തമായിട്ട് അവരോട് പറയുക. ഡോക്ടറിന്റെയും അല്ലെങ്കിൽ നഴ്സസിന്റെയും ഓർഡേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. Then accurate records, full reports അല്ലെ, accurate record, full reports, കൃത്യമായിട്ട് എന്തൊക്കെ രേഖകളൊക്കെ അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നൽകണം. Then maintenance of high morale among staff members. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, മൊറൈൽ മീൻസ് നമ്മൾ പറഞ്ഞില്ലേ മനോവീര്യം. അതായത് പേഷ്യൻസിന് നഴ്സസിനെ സംബന്ധിച്ച് അവർക്കൊരു മനോവീര്യം അവരുടെ ഉയർത്തുക. അതായത് അവർക്കും കൂടി സപ്പോർട്ടീവ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നഴ്സസിന്റെ മനോവീര്യം കുറച്ചും കൂടി സ്റ്റാഫ് മെമ്പേഴ്സിന്റെ മനോവീര്യം ഉയർത്തുക. Then establishment of good working relationship within the ward and with other associate അല്ലെ, അതായത് വാർഡിനുള്ളിലും അല്ലെങ്കിൽ മറ്റ് അസോസിയേറ്റ് മറ്റ് സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഒരു നല്ലൊരു പ്രവർത്തന ബന്ധം സ്ഥാപിക്കുക. Then delegation of responsibility എന്ന് വെച്ചാൽ എന്താണ്, ഡെലിഗേഷൻ എന്ന് വെച്ചാൽ പ്രതിനിധി അല്ലെങ്കിൽ പ്രതിനിധി ഉത്തരവാദിത്തം. ഡെലിഗേറ്റ് ചെയ്യുക, നല്ലൊരു എന്താ പറയാ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പേഷ്യൻസിന് വേണ്ടിയിട്ട്. ദെൻ വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, നമ്മൾ പറഞ്ഞ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള നന്നായിട്ടൊരു ആസൂത്രണം ചെയ്ത ഒരു നിയമങ്ങൾ കൊണ്ടുവരിക. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, അതായത് എന്താണ്, ക്രമീകരിച്ചൊരു സമയം ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു ക്രമീകരിച്ചൊരു സമയം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മോർണിംഗ് 7 AM to അല്ലെങ്കിൽ ഒരു 6 PM വരെ ആയിരിക്കും അവരുടെ ഒരു വർക്കിംഗ് ടൈം. അതൊക്കെ ഒരു അറേഞ്ച് ചെയ്തിട്ട് ഓരോ പേഴ്സണിലുള്ള ഓരോ ടൈമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, അതായത് നല്ലൊരു അധ്യാപനവും മേൽനോട്ടവും. അധ്യാപനം എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും അവർക്ക് അറിവില്ലായ്മ ഉണ്ടാവുമല്ലോ ഓരോ അസുഖത്തെ പറ്റിയൊക്കെ, അതിനെ പറ്റിയൊക്കെയുള്ള ഒരു അറിവ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു മേൽനോട്ടം വഹിക്കുക ആ ഒരു വാർഡിന്റെ കാര്യങ്ങളിലൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഒരു വാർഡിനെ സംബന്ധിച്ച് വരുന്ന
ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റിൽ പറയുന്നത് കേട്ടോ. ഇത്രയും പോയിന്റ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളാണ്. നിങ്ങൾ ഓരോന്നും നമ്മൾക്ക് എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അധികം എക്സ്ട്രാ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോയിന്റ്സുകൾ അല്ലെ എളുപ്പമുള്ള പോയിന്റ്സുകളാണ് കേട്ടോ. ഓക്കെ, ദെൻ ഒരാളത് വായിച്ച ആ പോയിന്റ്സ് 4 പോയിന്റ് വായിക്കാം കേട്ടോ. ഇനി ആരാ വായിക്കാത്ത ആളുകള്? ഓക്കെ, അഖിൽ വായിക്കാമോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും വായിക്കാൻ പറയുമ്പോഴേ വായിക്കാത്തവര് വായിച്ചോളൂ. എപ്പോഴും നിങ്ങൾ എടുത്തെടുത്ത് വിളിക്കണ്ടല്ലോ, നിങ്ങൾ ഇത്രയും പേരില്ലേ. ഓക്കെ, ആരുമില്ല വായിക്കാൻ? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, നെഹ്റിൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. നെഹ്റിൻ ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ഫസ്റ്റ് 4 പോയിന്റ് വായിച്ചോട്ടോ. 4 പോയിന്റ് വായിക്കുമ്പോഴേ ഓരോ പോയിന്റ് വായിച്ചിട്ട് അതെന്താണെന്ന് കൂടി ഒന്ന് പറയണോട്ടെ നെഹ്റിൻ. ഓക്കെ മാം. ഓക്കെ, വായിച്ചോളൂ. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അതിന്റെ നയങ്ങളും പ്രോട്ടോകോൾസും. പോളിസി നോളേജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. ഓരോ വാർഡിലെ ഡ്യൂട്ടീസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. എ പ്ലാൻഡ് പ്രോഗ്രാം ഓഫ് ഈച്ച് ഡേ വർക്ക്. അപ് ടു ഡേറ്റ് കാര്യങ്ങൾ ഒരു ദിവസത്തെ ഉണ്ടായിരിക്കും, പ്ലാൻ ആയിരിക്കണം. അപ് ടു ഡേറ്റ് കാര്യങ്ങൾ. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. അത് തുടങ്ങുന്നത് ഒരു ടൈമിലായിരിക്കണം. ബിഗിനിങ്. ഓക്കെ, ഫസ്റ്റ് 4 പോയിന്റ് ഓക്കെ ആണല്ലോ. പോളിസീസ് പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ഡ്യൂട്ടീസിനെ പറ്റിയൊക്കെ അറിയണം അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ഓരോ ഡേയ്സിലെ വർക്കുകളൊക്കെ പ്ലാൻ ചെയ്യുക. ദെൻ കൃത്യസമയത്ത് തന്നെ ബിഗിൻ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4 പോയിന്റ് ഒന്ന് വായിക്കൂ. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. ഓക്കെ, പറഞ്ഞോളൂ. വാർഡ് ദിനചര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം, തടയണം. ഓക്കെ, യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. അതായത് പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പോളിസികൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരണം, പരിഷ്കരണം. മെയിൻ്റനൻസ് ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. അവരുടെ ഇടയിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വരുത്തണമെങ്കിൽ അത് ചെയ്യണം. ഓക്കെ സുനിത, നെക്സ്റ്റ് അടുത്ത 4 പോയിന്റ്സ് വായിച്ചോളൂ കേട്ടോ. പ്രൊവിഷൻ തുടങ്ങി കേട്ടോ, വായിച്ചോളൂ. ഇത് വായിക്കാത്തവർ ആരൊക്കെയാണ്? വേഗം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പേര് വിളിക്കണോ കൊച്ചു കുട്ടികളെ പോലെ? Provision of supplies and equipments for efficient work. പറഞ്ഞോളൂ. അനുയോജ്യമായ കാര്യക്ഷമമായ ജോലിക്ക് ആവശ്യമായ സാധനങ്ങളും ഉപകരണങ്ങളും ലഭ്യമാക്കുക. സപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഉത്തരവുകൾ വ്യക്തമാക്കുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. കൃത്യമായ രേഖകൾ, പൂർണ്ണ റിപ്പോർട്ടുകളൊക്കെ. മെയിൻ്റനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെ ഇടയിലും ഉയർന്ന ഒരു മനോവീര്യം നിലനിർത്തുക. ബാക്കി ആ പോയിന്റ്സ് കൂടെ ഒന്ന് വായിച്ചേ. നെക്സ്റ്റ് വൺ ഇനി ആരാ വായിക്കാത്തത്? Establishment of good working relationships with the ward and with others associates. എന്താണ് അവിടെ പറയുന്നത്? ഗുഡ് വർക്കിംഗ് റിലേഷൻ. ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം പ്രവർത്തകരുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിൾ ആയിട്ട് നല്ലൊരു ഉത്തരവാദിത്വമൊക്കെ നിലനിർത്തണം ചെയ്യുക. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. നല്ല പ്ലാനിങ്, എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ആസൂത്രണം ചെയ്യുക. ഓക്കെ, വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. അതായത് എല്ലാ ടൈം കൃത്യമായിട്ട്, സമയം കൃത്യമായിട്ട് എല്ലാവരെയും എത്തിച്ചു കൊടുക്കുക.
ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ നല്ലപോലെ ടീച്ച് ചെയ്ത് പഠിക്കുകയും അല്ലെങ്കിൽ അവരെ ടീച്ച് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആൻസി. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ക്ലിയർ ആയല്ലോ, ഇനി കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ നമ്മള് അതാണ് നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൂടെ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കാം. അതിൽ കൊടുത്ത് പോണില്ല കേട്ടോ, കുറച്ച് ഈ ഒരു ഇത് കൂടി എടുക്കുന്നോളൂ. നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. ഡ്യൂട്ടീസ് ഓഫ് വാർഡിലെ ഒരു ക്ലർക്കിന്റെയും ഒരു സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇത് നോക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ് അല്ലെ, മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. സെക്കൻഡ് പോയിന്റ്, customers needs assessment meeting quality standard of service and evaluation of customer satisfaction. Third point, provide support to healthcare staff and ensure appropriate maintenance of patients care unit. First ഇത് മൂന്നാണ് നമുക്ക് ആദ്യം നോക്കാം. Compiling and recording medical charts, reports and correspondence. എന്താണ് അവിടെ പറയുന്നത്? മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും എന്താണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ടുകളും കറസ്പോണ്ടൻസ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ് മീറ്റിംഗ് ക്വാളിറ്റി. കമ്പൈലിംഗിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരാമോ? കമ്പൈലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പൽസറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേം തന്നെയാണ്. അതായത് കറക്റ്റ് ആയിട്ട് ആ ഒരു മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. Then customer needs assessment meeting quality standard for service and evaluating customer satisfaction. അതായത് ഇവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? പേഷ്യന്റ് ആണ് ഇവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഉപഭോക്താക്കൾക്ക് കസ്റ്റമറിന്റെ ഒരു സേവനത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു സംതൃപ്തിയുടെ മൂല്യനിർണ്ണയത്തിനും അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം പുലർത്തുന്ന ഒരു വിലയിരുത്തൽ ആവശ്യമാണെന്ന് അല്ലെ. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ അസസ്മെന്റുകളൊക്കെ എടുക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ ശരിയായിട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അസസ്മെന്റുകൾ നടത്തുന്നത്. അതായത് കസ്റ്റമറുടെ പേഷ്യൻസിന്റെ സേവനത്തിനും അല്ലെങ്കിൽ അവരുടെ സംതൃപ്തിയുടെ ആ ഒരു മൂല്യനിർണ്ണയത്തിനും അല്ലെങ്കിൽ ആ ഒരു ഗുണനിലവാരം പുലർത്തുന്ന ആ ഒരു വിലയിരുത്തൽ ആവശ്യമാണെന്ന്. അതായത് അസസ്മെന്റ് അവിടെ വേണമെന്ന്. എന്തിനു വേണ്ടി? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അസസ്മെന്റ് ആവശ്യമാണെന്ന്. ഓക്കെ, ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയൊന്ന് വെക്കാം കേട്ടോ. ഡ്യൂട്ടീസ് നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ഒന്നും ചിലതിനെ നമുക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നും അറിയാത്തൊരവസ്ഥയിലാകരുത്, എന്തെങ്കിലും അതിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ അല്ലെ. അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫിനും പിന്തുണ നൽകണം. നമ്മളൊരു സപ്പോർട്ട് അവർക്ക് ഹെൽത്ത് കെയർ സ്റ്റാഫിന് കൊടുക്കുക. പിന്നെ എന്താ പറയുന്നത്? എൻഷുർ പേഷ്യന്റിന്റെ കെയർ യൂണിറ്റിൽ കൂടുതൽ ഉചിതമായിട്ടുള്ള ഒരു പരിപാലനം, അവർക്ക് കുറച്ചും കൂടിയുള്ളൊരു നല്ലൊരു പരിപാലനം ഉറപ്പുവരുത്തുക അല്ലെ. എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഹെൽത്ത് കെയറിന് സപ്പോർട്ടീവും ആവുക, പേഷ്യന്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കെയർ കൊടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് 3 പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് 3 നോക്കാം. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് and manage flow of traffic. Then provide assistance to all nurses and ensure appropriate cleanliness of all units. Maintain and update patient database on computers and notify nursing staff on all diagnosis. നോക്കാം. Administer efficient communication network and manage ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആശയവിനിമയം നടത്തുകയാണ്. അതായത് കാര്യക്ഷമമായിട്ടുള്ള, അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ ശൃംഖലയും ട്രാഫിക്കിന്റെ മാനേജ്മെന്റിന്റെ ആ ഒരു ഇത് നിയന്ത്രിക്കുകയാണ്. നിയന്ത്രിക്കുക മീൻസ് കമ്മ്യൂണിക്കേഷനിലെ ആശയവിനിമയ ശൃംഖലയൊക്കെ ഒരു എന്താ പറയാ, കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക. ഇനി ട്രാഫിക്കിന്റെ കാര്യങ്ങളായാലും അതിന്റെ ഒരു മാനേജ്മെന്റിന്റെ ഒരു ഒഴുക്ക് നിയന്ത്രിക്കുക. ഫ്ലോ എന്ന് വെച്ചാൽ ഒഴുക്ക് മീൻസ് ഇവിടെ വേറെ ഒന്നതിൽ ഉദ്ദേശിക്കുന്നത് ട്രാഫിക്കിന്റെ കാര്യങ്ങളും ഈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക എന്നത് മാത്രമാണ്
നിങ്ങളൊന്ന് മനസ്സിലാക്കി. അതാണ് അതിന്റെ മീനിങ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഫ്ലോ ഓഫ് എന്നൊക്കെ പറഞ്ഞാല് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, ആ ഒരു ഒഴുക്കിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് ആലോചിക്കുക. ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു നെറ്റ്വർക്കും അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക്കിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇനി അടുത്തത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്സ്. അതായത് എന്താ പറയാ, ഓക്കെ, അതായത് കമ്പ്യൂട്ടർ രോഗികളുടെ ഡാറ്റാബേസ് ഒക്കെ പാലിക്കുകയും എല്ലാ രോഗനിർണയവും നഴ്സിനെ എന്ത് ചെയ്യണം, അറിയിക്കണം. അതായത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്സ്. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നഴ്സസിന് കാര്യങ്ങൾ അറിയിക്കണം അല്ലെ. പ്രൊവൈഡ് അസിസ്റ്റൻസ്, ഒരു അസിസ്റ്റൻസ് കൊടുക്കുക നഴ്സസിന്. എൻഷുർ ചെയ്യുക അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ, എല്ലാ യൂണിറ്റ്സിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ ക്ലീൻനെസ് ഒക്കെ നടക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുക, ഒരു എൻഷുർ ചെയ്യുക. ദെൻ അടുത്തത് മെയിൻറ്റെയിൻ ആൻഡ് കൂടെ പറയോ ആ പോയിന്റ്? ഓക്കെ, അതായത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ്, ഒരു നഴ്സസിന് അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുക, നഴ്സസിനുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ പറഞ്ഞത് നഴ്സസിനെ എൻഷുർ ചെയ്യുക അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലീൻനെസ് ഓഫ് എല്ലാ യൂണിറ്റ്സിലെ കാര്യങ്ങളൊക്കെ. അതായത് ക്ലീൻനെസ് മീൻസ് നീറ്റാണോ, ക്ലീൻനെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ യൂണിറ്റ്സിലും പ്രോപ്പർ ആയിട്ടാണോ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതായത് ആ ഒരു നഴ്സിനെ ഒരു അസിസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു വാർഡ് ക്ലർക്ക് ചെയ്യേണ്ടത്. നഴ്സിനെ അസിസ്റ്റന്റ് ചെയ്തിട്ട് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോന്ന് അവരൊരു മേൽനോട്ടം വഹിക്കുക എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്ത പോയിന്റ് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് മീൻസ് നമ്മൾ പറഞ്ഞു രോഗങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ള ഒരു മീനിങ്. ഇവിടെ പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറിൽ നമ്മൾ പറഞ്ഞു രോഗികളുടെ ഡാറ്റാബേസ് ഒക്കെ കളക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തില് രോഗികളുടെ ഡാറ്റാബേസിനെ അത് പരിപാലിക്കണം അല്ലെ, അപ്ഡേറ്റ് ചെയ്യണം. പരിപാലിക്കുകയും എന്ത് ചെയ്യണം, എല്ലാ രോഗനിർണയവും നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുകയും വേണം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം രോഗികളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും രോഗനിർണയങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യണം, നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുകയും ചെയ്യുക. അതാണ് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റിൽ വരുന്നത് കേട്ടോ. Then coordinate with the various departments and ensure proper service and supplies of unit. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഏകോപിപ്പിക്കുക ഒന്നായിട്ടൊന്ന്. അതായത് വിവിധ വകുപ്പുകളുമായിട്ട് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിൽ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ആ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും ആ ഒരു ഇതിനെ ഏകോപിപ്പിക്കണം അല്ലെ, കോർഡിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സേവനവും സപ്ലൈയും ഉറപ്പാക്കുകയും ചെയ്യണം. ശരിയായിട്ട് എല്ലാ ആൻസിലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അനുബന്ധമായിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സുകളും അല്ലെങ്കിൽ ഫോംസുകളും എല്ലാ എന്താണ് സർവീസസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാ സെപ്പറേറ്റഡ് ആയിട്ടുള്ള എല്ലാ യൂണിറ്റുകളും ഉണ്ട്. നമ്മൾ പറഞ്ഞു പല പല വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെല്ലാവരും കൂടി എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അവർക്കുള്ള പ്രോപ്പർ സർവീസസുകളും സപ്ലൈ ഓരോ യൂണിറ്റിലേക്കുള്ള സപ്ലൈകളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. Prepare and update patient charts with ancillary reports and forms from various departments. അല്ലെ, നമ്മൾ പറഞ്ഞു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ്. പ്രിപ്പയർ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുക പേഷ്യന്റിന്റെ ചാർട്ട്സ് വിത്ത് എന്തിന്റെ ഒപ്പം, ആൻസിലറി റിപ്പോർട്ട്സ് അനുബന്ധ റിപ്പോർട്ടുകൾക്കും ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് രോഗിയുടെ ചാർട്ട് തയ്യാറാക്കുകയും ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. ആൻസിലറി മീൻസ് അനുബന്ധം അല്ലെങ്കിൽ സഹായകം എന്നൊക്കെ ഉള്ളൊരു ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. 4 പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, ഇത്രയും ഒന്നും കൂടി നമുക്കൊന്ന് പറയാം കേട്ടോ. ഇത്രയും പോയിന്റ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഒരാളൊന്ന് വായിച്ചോളൂ. Compiling and recording medical charts, reports and correspondence. പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. സെക്കൻഡ് പോയിന്റ്, customers need assessment meeting quality standards for services and evaluation of customer satisfaction. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടോ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. Provide support to health care staff and ensure appropriate maintenance of
പേഷ്യൻസ് കെയർ യൂണിറ്റ്. സ്റ്റാഫിന് നന്നായിട്ട് പിന്തുണ നൽകുക, നല്ല പരിപാലനത്തിൽ കൊണ്ടുപോവുക. ഉചിതമായിട്ടുള്ള ഒരു പരിപാലനം ഉറപ്പുവരുത്തുക. ഓക്കെ, നെക്സ്റ്റ്. Administer efficient communication network and manage flow of traffic. കാര്യക്ഷമമായ നടത്തിപ്പിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക, ഒരു ഫ്ലോ ചെയ്യുക. Provide assistance to all nurses and ensure appropriate cleanliness of all units. നേഴ്സസിന് ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു അറിവ് കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക. ദെൻ ക്ലീൻലെസ് ഓഫ് യൂണിറ്റ്സ്, ക്ലീൻലെസ് മെന്റലി ഫിസിക്കൽ ആയിട്ടുള്ള ഓരോ ക്ലീൻലെസ്, ഓരോ യൂണിറ്റിലെ ക്ലീൻലെസ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് അവർക്കൊന്ന് അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ maintain and update patient database on computers and notify nursing staff on all diagnosis. പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, ഡയഗ്നോസിസ് ചെയ്ത് നൽകുക, നേഴ്സിന് അപ്ഡേറ്റ് ഒക്കെ ചെയ്യണം. ദെൻ coordinate with the various departments and ensure proper services and supplies of unit. പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് സപ്ലൈ ചെയ്യണം. പിന്നെ എന്താണ് പറഞ്ഞത്, വേരിയസ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് പോകണം, അവരെ ഒരുമിച്ച് ഒന്ന് പ്രവർത്തിക്കുക. Prepare and update patient chart with the ancillary reports and form from various departments. എല്ലാ അനുബന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും, റെക്കോർഡ് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സന്ധ്യ. ദെൻ ഒരു 4 പോയിന്റ് കൂടി ഉണ്ട് ടൈമില്, അതൊന്ന് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, നോക്കാം. Maintain discharge summary reports for all patients and keeps record of all patients and send medical records to MRD after the discharge of patient. MRD എന്താണ്? MRD ഒന്ന് പറയാമോ? ട്രൈ ചെയ്ത് നോക്കിയേ. MRD നമ്മളിപ്പോ പറഞ്ഞ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് MRD റെക്കോർഡ്സ് ആണോ? റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRD. മറന്നു പോകരുത്, ഇന്ന് കേട്ടേക്കുന്നതാണ്, ഇനിയിപ്പോ ഒരിക്കലും മറക്കാൻ പാടില്ല. MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മളുടെ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള സമ്മറി റിപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിനൊക്കെ കൊടുക്കുന്നതാണ് ഈ MRD എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. ഈ റിപ്പോർട്ടും പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന സമ്മറീസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. Maintain discharge summary reports for all patient, keeps record of all patient and send the medical records to MRD after discharge of patient. ഇപ്പൊ ഓരോ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളും കാര്യങ്ങളും ആർക്കാണ് അയക്കേണ്ടത്? MRDക്ക് അയക്കുക. Then next point, administer medical records for all physicians and medical staff and maintain records of attendance. Administer medical records, അതായത് എന്താണ്? എല്ലാ ഫിസിഷ്യന്മാർക്കും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്കും റെക്കോർഡുകൾ നൽകുകയും അല്ലെങ്കിൽ ഹാജറുകൾ രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് സൂക്ഷിക്കുകയും ചെയ്യണമെന്ന്. അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ് ആർക്ക് നൽകണം? ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും നൽകണം. അതിനകത്ത് ആ ഹാജറും കാര്യങ്ങളും അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. Monitor all emergency calls and evacuate facilities when required. Evacuate എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? ഒഴിപ്പിക്കുക. നിങ്ങൾ ഇവിടെ ഇവാക്യുവേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം പെട്ടെന്ന് വരിക ഇവാലുവേറ്റ് എന്നുള്ള ഒരു ടേം ആയിരിക്കും. ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒഴിപ്പിക്കുക എന്നൊക്കെ ടേം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? മോണിറ്റർ ഓൾ എമർജൻസി കോൾസ്, എല്ലാ എമർജൻസി കോൾസുകളും മോണിറ്റർ ചെയ്യണം. ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. എല്ലാ കോളുകളും എന്ത് ചെയ്യുക? നിരീക്ഷിക്കണം. അതില് നമുക്ക് എപ്പോഴും ചിലപ്പോ എല്ലാ തരത്തിലുള്ള എമർജൻസി അല്ലാത്ത തരത്തിലുള്ള കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഇവാക്യുവേറ്റ് ചെയ്തിട്ട് എന്താണോ റിക്വയർഡ് ആയിട്ടുള്ളത് അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ളത്
ആവശ്യമുള്ളത് എടുക്കണം, അല്ലാത്തവ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, ഇവാക്യുവേറ്റ് ചെയ്യുക. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് അല്ലെ, ഡോക്ടേഴ്സിന്റെ സന്ദർശനം. ECG എന്താണ് ECGയുടെ ഫുൾ ഫോം? ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം. ഇനി ഇങ്ങനെ ഷോർട്ട് ഫോമുകൾ ഇടക്കിടക്ക് വരും കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ വേഗം ചെറുപടാന്ന് ആൻസർ പറഞ്ഞോളൂ കേട്ടോ, കാരണം നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ECG അല്ലെങ്കിൽ എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. ഡോക്ടറിന്റെ വിസിറ്റ് നമ്മൾ പറഞ്ഞില്ല, ഡോക്ടർ റൗണ്ടിന് വരുന്നത് കാര്യം രാവിലെ, അപ്പൊ അതൊക്കെ ഡോക്ടർ ഇങ്ങനെ കുറിച്ചിടൂലേ നമ്മളുടെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളും. അപ്പൊ ആ ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ECG എക്കോ അതൊക്കെ എടുത്തിട്ടുണ്ടോ, അതെല്ലാം എന്ത് ചെയ്യാ, മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഒരാളെന്നാ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 4 പോയിന്റ് ഒന്ന് വേഗം വായിച്ചേ. Maintain distance report for all patients and keep records of all patients. അതായത് പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറി എല്ലാം റെഡിയാക്കുക. അതുപോലെ എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. കേൾക്കുന്നില്ല മാം? കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ, കണ്ടിന്യൂ. And send medical records to MRD after the discharge of patient. അതായത് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ആ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് എല്ലാം സെൻഡ് ചെയ്യുക. ആർക്ക് സെൻഡ് ചെയ്യാ? MRD. ഓക്കെ, നെക്സ്റ്റ് വായിച്ചോളൂ. Administer medical records for all physician and medical staff and maintain records of attendance. അതായത് ക്ലിയർ ആണോ? ഫിസിഷ്യന്മാർക്കും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്കും ആ ഒരു റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ നൽകുകയും അത് അവർ സൂക്ഷിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ. Monitor all emergency calls and evacuate facilities when required. അതായത് എല്ലാ കോൾസ്, അതായത് അത്യാവശ്യമായിട്ട് വരുന്ന കോൾസ് എല്ലാം മോണിറ്റർ ചെയ്യുക. അതുപോലെ ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്, അതായത് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഒക്കെ എടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യുക, ഇവാക്യുവേറ്റ് ചെയ്യുക. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് ECG എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. അതായത് ഡോക്ടേഴ്സിന്റെ വിസിറ്റ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, ECG കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ഇത്രയുമാണ് എടുത്തത് കേട്ടോ. എന്തൊക്കെയാണ് ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ദെൻ നമ്മള് പർപ്പസ് കുറച്ച് പോയിന്റ്സ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ. ദെൻ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ് പറഞ്ഞു. ടൈപ്പ് ഓഫ് വാർഡുകൾ ഉണ്ട്, അതിനകത്ത് നമ്മൾ സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കി. മെയിൻ കോമ്പോണൻസ് ഓഫ് എ വാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ നമ്മളൊരു ഗുഡ് വാർഡിന് വേണ്ട ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ ഡ്യൂട്ടീസ് അല്ലെ, വാർഡ് ക്ലർക്ക് ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? കുഴപ്പമില്ലാലോ എടുത്തത്? യെസ് മാം, ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വെക്കം ആൻസർ പറഞ്ഞോളണം, കാരണം കണ്ടിന്യൂഷൻ ആണല്ലോ. കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബോറായിട്ട് തോന്നിയേക്കാം അല്ലെ. ഈ ടീച്ചർ കഴിഞ്ഞ ദിവസം എടുത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം അല്ലെ. പക്ഷെ അത് നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതിനു വേണ്ടി കുറച്ച് സമയം പോകുന്നുണ്ട്, കുഴപ്പമില്ല. ആ സമയം പോണത് എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അല്ലെ. നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും. ചിലപ്പോൾ വായിച്ചു നോക്കാത്തവരൊക്കെ ഉണ്ടാവാം ഈ കൂട്ടത്തിൽ അല്ലെ. ചിലപ്പോൾ നമ്മളുടെ സാഹചര്യം മൂലം ചിലപ്പോൾ വായിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. എങ്കിലും അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടി കുറച്ചും കൂടി എളുപ്പമാണല്ലോ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കഴിഞ്ഞ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. സമയം കിട്ടുന്നത് പോലെ നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ എല്ലാവരും ഇതുവരെ നമ്മളിപ്പോ ഇത്രയല്ല കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. ഇന്നതിനൊന്ന് നിങ്ങളൊന്ന് വായിക്കാം. മേ ബി പറ്റിയില്ലെങ്കിൽ നാളെ വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നെങ്കിലും എന്ത് ചെയ്യുക, ഇത്രയും പോർഷൻസ് നിങ്ങൾ വായിച്ച് ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടോ. ഒരു 5 മിനിറ്റ് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ. ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക്. താങ്ക് യു മാം.
Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.